പൊൻപുലരൊളി പൂവിതറിയ താളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. കാതരമിഴി നീ കാണ കാർകുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. കാതരമിഴി നീ കാണ കാർകുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. അടിപൊളി അടിപൊളി അടിപൊളി. വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ ഇന്നുള്ളത് കോതകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്കമാലിക്കടുത്താണ് സ്ഥലം. ഇവിടെ വന്നപ്പോൾ വളരെ മനോഹരമായ ഒരു ദൃശ്യം കണ്ടു. അപ്പം അത് തന്നെ ആദ്യ ദൃശ്യമായിട്ട് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാന്ന് കരുതി. അതാണ് പാട്ടുപാടി തുടങ്ങിയത്. വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. ഒരു നക്ഷത്ര തടാകം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ വളരെ മനോഹരമായി അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഈ വാക്ക് വേ. ഇത് കോതകുളങ്ങര അങ്കമാലി വാക്ക് വേ ആണ്. തൊട്ടടുത്തൊരു മഹാദേവ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്ര തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം തന്നെ എല്ലാ പ്രേക്ഷകരുടെയും ആരോഗ്യ സംരക്ഷണം, അത് മാനസിക ശാരീരിക ആരോഗ്യം, പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ ഇടങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ പുതിയ ആൾക്കാരെ കാണുക, സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അറിയുക, അതിന് പരിഹാരം കണ്ടെത്തുക. ഒപ്പം പ്രഭാത വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു അപൂർവ കോംബോയാണ് മോർണിംഗ് വാക്ക്. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 22 ഞായറാഴ്ചയാണ്. കൊല്ലവർഷം 1200 ധനു 7-ാം തീയതിയാണ്. ഒരു ഞായറാഴ്ച ദിനമായതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും എത്തിയിട്ടുണ്ടോ മോർണിംഗ് വാക്കിന് എന്ന് സംശയമുണ്ട്. പക്ഷേ മടി പിടിച്ചിരിക്കുന്നത്, നേരത്തെ ക്രിസ്ത്യൻ ചേച്ചി പറഞ്ഞതുപോലെ, ഇത് മടി പിടിച്ചിരിക്കേണ്ട സമയമല്ല. എല്ലാ ദിവസവും നമ്മുടെ ആരോഗ്യ സംരക്ഷണം അത് പ്രധാനമാണ്, മുഖ്യമാണ്. അപ്പോൾ നിങ്ങൾ റെഡിയാണ്? ഉണർന്നു വരിക, നമ്മളോടൊപ്പം നടക്കാൻ തുടങ്ങുക. നമ്മൾ വാർത്തകളിലേക്ക് കടക്കുന്നു. അപ്പോൾ മോർണിംഗ് വാക്കിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മോർണിംഗ് വാക്കിനായി ഞാനും ക്രിസ്ത്യൻ ചേച്ചിയും എത്തിയിരിക്കുന്നത് അങ്കമാലിക്കടുത്തുള്ള കോതകുളങ്ങര വാക്ക്വേയിലാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഈ ദൃശ്യത്തിലേക്കൊന്ന് പോകാം. രാഹുൽ ആൻഡ് വിനോദ്, നമുക്ക് ഈ മനോഹരമായ ദൃശ്യം പ്രേക്ഷകർ ഒന്നുകൂടി കാണിച്ചു കൊടുക്കണം. വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നക്ഷത്ര തടാകം എന്ന് പറയാം. ഏതാണ്ട് 1 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു നടപ്പാത. അതിന് ഒരു വശത്തായി എല്ലാ രീതിയിലും അടിപൊളി എന്ന് പറയാവുന്ന രീതിയിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അത് മിന്നിത്തിളങ്ങുന്നു. അവിടെ കാണുന്ന ആ ലൈറ്റുകൾ, അതായത് പർപ്പിൾ, ഗ്രീൻ, അതുപോലെ തന്നെ ഓറഞ്ച്, ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ച്. ഈ പർപ്പിളും ഗ്രീനും കൂടെ അപൂർവമായ ഒരു കോമ്പിനേഷനാണ്. ഇങ്ങനെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ, പ്രതിഫലനമാണ് ഈ ജലത്തിൽ കാണുന്നത്, അല്ലെ? അപ്പോൾ 2 നിരയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് റിയലും, മറ്റേത് അതിന്റെ പ്രതിഫലനവും. അപ്പൊ ഇതിനെ എനിക്കൊന്നും അറ്റം കാണുന്നില്ല, ഇവിടെ അത്രയും അകലെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നടന്ന് അറ്റത്തേക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി എന്തൊക്കെയോ മനോഹരമായ കാഴ്ചകൾ ഈ വഴികളിലൊക്കെ കാത്തിരിപ്പുണ്ട്. പുതിയ പുതിയ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. അവരിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ വാർത്തയൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. യെസ്, നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. നമുക്കറിയുന്നത് പോലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. അതിന്റെ കരട് പട്ടിക തയ്യാറാക്കിയത് മുതൽ ആ വിവാദങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നു. വിഷയം ഇത് തന്നെയാണ്. ഈ വിവാദമായതോടെ, ഈ പുനരധിവാസം വിവാദമായതോടെ അത് ചർച്ച ചെയ്യാനുള്ള മന്ത്രിസഭാ യോഗമാണ് ഇന്ന് അടിയന്തരമായി ചേരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വൈകിട്ട് 3:30-ക്കാണ് ഈ ഓൺലൈനായി ഈ യോഗം ചേരുന്നത്. അപ്പോൾ AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ജയശങ്കർ, വെരി 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 ഗുഡ് മോർണിംഗ്. മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ, അർഹരല്ലാത്തവർ പട്ടികയിൽ കയറിക്കൂടിയത്, അതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭായോഗം, ഇന്നത്തെ അജണ്ടകൾ എന്തൊക്കെയാണ്? ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇന്നെന്തായാലും പ്രത്യേക മന്ത്രിസഭാ യോഗം വൈകിട്ട് ഓൺലൈനായിട്ടാണ് ചേരുക. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസം മാത്രമാണ് ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ട. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ചർച്ചകൾ ഈ യോഗത്തിലുണ്ടാവും. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കരട് പട്ടിക പുറത്തു വരുന്നത്. ഈ പട്ടികയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായത്. കാരണം അനർഹരായ ആളുകൾ പട്ടികയിൽ ഇടം പിടിച്ചു, അർഹരായ ആളുകളെ പുറത്താക്കി ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ നടത്തി. ഒപ്പം തന്നെ പ്രദേശവാസികളുടെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ADM ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് ഈ ആളുകളെ തണുപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് പ്രാഥമികമായി തന്നെ റവന്യൂ വകുപ്പിന് ഉൾപ്പെടെ മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് അടിയന്തരമായി ഒരു യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുന്നത്. ഓൺലൈനായിട്ടായിരിക്കും യോഗം ചേരുക. ഈ യോഗത്തിൽ കൃത്യമായി
നിലവിൽ ഇറക്കിയിരിക്കുന്ന പട്ടിക സംബന്ധിച്ച പരാതികൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നവർക്ക് പരിഹാരം കാണണമെന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകും. അടിയന്തരമായി കൃത്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകരുത്, കേരളത്തിൻ്റെ മൊത്തം ദുരന്തമാണ്. അങ്ങനെ ഒരു വിഷയമായി കണ്ടുകൊണ്ട് വിഷയത്തിൽ ഒരു അടിയന്തര നടപടി, ഒരു അടിയന്തര നീക്കുപോക്ക് വേണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അത്തരത്തിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് നിർദ്ദേശം നൽകി. എന്തായാലും കരട് പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ഇനി പരാതികൾ നൽകാനുള്ള സമയം കുറച്ചധികം ദിവസമുണ്ട്. ഈ ദിവസങ്ങളിൽ കൃത്യമായി പരാതികൾ സ്വീകരിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നൽകി കുറ്റമറ്റ രീതിയിൽ ഒരു പട്ടിക വേണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്യാനും ഈ പുനരധിവാസം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, ഈ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അത്തരത്തിൽ ഇത് പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മറികടന്ന് സാങ്കേതിക കുരുക്കുകൾ ഒഴിവാക്കി കാര്യങ്ങൾ സ്മൂത്താക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രജിൻ ക്രിസ്റ്റീന ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നത്. യോഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാം സ്മൂത്ത് ആകട്ടെ. ജയശങ്കറിന് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് കമന്റ് ബോക്സിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഞായറാഴ്ചയായിട്ടും ഉറങ്ങിയിട്ടില്ല, എഴുന്നേറ്റിട്ടുണ്ട്. വസന്തകുമാരി പറയുന്നു, ഹായ് പ്രജിൻ ക്രിസ്റ്റീന, പ്രഭാത നടത്തിലേക്ക് ഇന്ന് നേരത്തെ വന്നു ഞാൻ എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കുറെ പേര് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ ബീന സുരേഷിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. സെയിന്റ് റീത്ത UP സ്കൂൾ അരുവിയോട് NSS ക്യാമ്പിലായിരിക്കുന്ന സെയിന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷ് പറയാമോ? മോർണിംഗ് വാക്ക് ടീം. ഓക്കെ, എല്ലാ ആശംസകൾ, നന്നായി കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ആ ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. കാരണം നമ്മൾ രണ്ടുപേരാണ് നടക്കുന്നതെങ്കിലും നമ്മളോടൊപ്പം രാഹുലുണ്ട്, വിനോദുണ്ട്, നമ്മുടെ ഡയസ് ഉണ്ട്, സുഭാഷ് ഉണ്ട്. അപ്പൊ ഇവര് 4 പേരും കൂടെ ഒത്തുപിടിച്ച് പിന്നോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് നടക്കാനാവുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഷാജി കൊണ്ടുവരുന്നു, ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. രണ്ടുപേർക്കും ഞാനൊരു ചായ അങ്ങനല്ല, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും ഞാനൊരു ചായ കുടിക്കുകയാണ് എന്ന് പറയുന്നു. ജോമോൻ, രവീന്ദ്ര, ബീന ജയ്, റിയാസ് ഇടക്കര, പരമേശ്വരൻ, ഷിഫ, നമ്മുടെ ആൽഫ, മലബാർ വാലി, PC ദിലീപ്, രതീഷ്, ജോസ് തോമസ്, കുറച്ചു നേരം മുമ്പ് അമേരിക്കൻ ഡയലോഗ് കണ്ട കാര്യം പറഞ്ഞതായിരിക്കാം, റഷീദ, സന്തോഷ് ബേബി, ബീന ജയ്, ഒപ്പം തന്നെ നമ്മുടെ ഹ്യൂസ്റ്റൺ ബ്യൂറോയിലെ ജിതൻ വിൽസൺ, അവരും ലൈവായി ഇത് കാണുന്നു എന്നറിയുന്നു. അപ്പൊ ഹ്യൂസ്റ്റണിൽ ഒരു സ്പെഷ്യൽ ഗുഡ് ഈവനിങ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാൻ നേരമായിരിക്കുന്നു. നമുക്കൊന്ന് കോഴിക്കോടേക്ക് പോകണം. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേരളം, മലയാളം ഇങ്ങനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട് ഒരു നല്ല വാർത്ത ഉണ്ടാകണം. അതായത് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഭേദപ്പെട്ട് MT വാസുദേവൻ നായർ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ, തിരികെ എത്തണം എന്ന രീതിയിൽ. അപ്പോൾ എന്താണ് അതിൽ പുതിയ അപ്ഡേറ്റുകൾ നോക്കാം. നേരിയ പുരോഗതി ഉണ്ടെങ്കിലും MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്നിപ്പോൾ ആദ്യം പങ്കുവെക്കാനുള്ളത്. കാർഡിയോളജി ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ MT ഉള്ളത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് വന്ന് ചേരുന്നത് സമീർ C. മുഹമ്മദ് ആണ്. സമീർ, വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആദ്യത്തെ ഒരു വളരെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു കാരശ്ശേരി മാഷൊക്കെ കണ്ടിട്ട് പുറത്തു വന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഒരു നേരിയ പുരോഗതി കാണിക്കുന്നു. എന്നാലും സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ, സാഹിത്യകാരൻ, അവസ്ഥ എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രജിൻ ക്രിസ്റ്റീന. നമ്മുടെ പ്രിയപ്പെട്ട വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കാര്യമായ പുരോഗതി ഉണ്ട് എന്ന കാര്യമാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇന്നലെ 2 മെഡിക്കൽ ബുള്ളറ്റിനുകൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി പുറത്തുവിട്ടിരുന്നു. ആ 2 മെഡിക്കൽ ബുള്ളറ്റിനുകളിലും മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പ്രിയ MTയെ കണ്ട ശേഷം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. സംവിധായകൻ ജയരാജ്, അതുപോലെ തന്നെ P. നന്ദകുമാർ MLA, ഒപ്പം സാഹിത്യകാരൻ, കവിയും എഴുത്തുകാരനുമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെ MTയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വലിയ ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ട് എന്ന കാര്യമാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നത്. കണ്ണുകൾ തുറക്കുന്നുണ്ട്, ഒപ്പം തന്നെ കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്. അത് വലിയ ഒരു ശുഭസൂചനയായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അതിനുള്ള പ്രാർത്ഥനയിലാണ് മലയാളക്കര ഒന്നാകെ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് സ്തംഭനമുണ്ടായതാണ് ആരോഗ്യനില വഷളാവാൻ കാരണം. അതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് വലിയൊരു ആശങ്കയ്ക്കിടയാക്കുകയും അതിന് പിറകെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, മന്ത്രിമാരും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ തന്നെയാണ് മലയാളികൾ മുന്നോട്ട് പോകുന്നത്. പ്രജിൻ ക്രിസ്റ്റീന. അതെ, എന്തായാലും MT
തിരികെ ആരോഗ്യത്തോടുകൂടെ വരട്ടെ. ഇനിയും ആ തൂലികയിൽ നിന്നും കൂടുതൽ കൂടുതൽ സുവർണ അക്ഷരങ്ങൾ ഉതിർന്നു വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ വാക്ക്വേയിൽ ഒരു കുഞ്ഞ് ഇതുണ്ടോ, ഇതൊരു ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ചാലുണ്ട്. അപ്പൊ അതിന് മുകളിൽ ഇങ്ങനെ ഒരു പാലവും ഉണ്ട് അല്ലെ. മൊത്തത്തിലാകെ ഒരു രസമുള്ള ഒരു വൈബാണ്. ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബെയിലി പാലം ഓർമ്മ തോന്നുന്നു. നമ്മുടെ മുണ്ടക്കൈ ചുരൽമല സമയത്ത് ഇത്തരം ഇരുമ്പ് തകിടുകൾ വെച്ചിട്ടാണ് ആ പാലമൊക്കെ ഉണ്ടാക്കിയത് അല്ലെ. ഓക്കെ. അപ്പൊ എന്തായാലും മനോഹരമായ പ്രകൃതിയാണ്. പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പോസിറ്റീവ് എനർജിയിൽ നിന്ന് ഇടുക്കിയിൽ ഒരു നെഗറ്റീവായ സംഭവം നടന്നു, അതിലേക്ക് പോവാം. അതിന് അപ്ഡേറ്റിലേക്കാണ് പറഞ്ഞു വരുന്നത്. നിക്ഷേപകന്റെ ആത്മഹത്യ, ആ സംഭവത്തെ കുറിച്ചാണ്. എന്തായാലും അതിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അതിന്റെ പ്രസിഡന്റും ഒക്കെ തന്നെ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയതാണ്. അപ്പോൾ സാബു തോമസിനോടുള്ള പെരുമാറ്റത്തിൽ ബാങ്ക് ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് MJ വർഗീസ്. അത്തരത്തിൽ 24 പ്രതികരിച്ചിട്ടുണ്ട്. ആരോപണ വിധേയരായ ബാങ്ക് ജീവനക്കാർക്കെതിരെ നിലവിൽ നടപടി ഉണ്ടാകില്ല. സാബുവിന് തവണ വ്യവസ്ഥയിൽ കൃത്യമായി പണം തിരിച്ചു നൽകിയിരുന്നു എന്നാണ് MJ വർഗീസ് പറയുന്നത്. പ്രതികരണം കാണാം. അവരിൽ ഒരു വാഴ്ച വന്നിട്ടില്ലെന്നാണ് പറയുന്നത് അല്ലേ? വന്നിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരല്ല ഈ വിനായകർ സാധുക്കളാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാം, സാധു മനസ്സിലാവും അവരൊക്കെ. സജീവ് കൂട്ടുകാരല്ലേ, സാബുവൊക്കെ ആയിട്ട് കൂട്ടുകാരെ സജിയൊക്കെ. സജീമ ഒറ്റ കാലം വെച്ചിട്ടുള്ളൂ. സജീവ് സഹോദരാണ് തട്ടിക്കിടക്ക് കിട്ടുമ്പോ പറയേ. ആരും കുഴപ്പക്കാരല്ല, സാറിന്റെ സാബുവും കുഴപ്പക്കാരല്ല. മേരിക്കൊച്ചെന്ന് പറയുന്നത് അവരുടെ കടയൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ഇതാണ് എന്തോ മിസ്സിങ് വന്നു. സമയം കണക്കൂട്ടിയാണ്, ഞാൻ കണക്കൂട്ടിയുള്ളൂ. നടപടി എന്ന് പറയുമ്പോൾ എന്താണ് നടപടി എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. സമയത്ത് കൂടും ഉടനെ കൂടിയിട്ട് ആലോചിക്കാം എന്താ വേണ്ടിയെന്നുള്ളത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേർന്നത് രാഹുൽ വിജയനാണ്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പൊ ആരും കുഴപ്പക്കാരല്ല, പിന്നെ എവിടെയാണ് പ്രശ്നമെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ ഈ അധികാരമില്ലാത്തവരുടെ മേൽ, ദുർബലരായവരുടെ മേൽ അവസാനം അവർ പാവാട എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് കാര്യങ്ങൾ തീരും. ഒരു ജീവനല്ലേ നഷ്ടപ്പെട്ടത്. മാത്രവുമല്ല, ഇന്ന് കൂടുതൽ പേരുടെ മൊഴി ഈ ഒരു വിഷയത്തിൽ എടുക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? കൃഷ്ണ പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ആണ് MJ വർഗീസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ 24 നടത്തിയിരിക്കുന്നത്. ഈ സംഭവം വാർത്ത വന്നതിന് ശേഷം, ഈ സാബുവിന്റെ ആത്മഹത്യ നടന്നതിന് ശേഷം ഈ ബാങ്ക് ബോർഡ് മെമ്പർമാരോ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ബാങ്ക് ജീവനക്കാരോ ഒന്നും പുറം ലോകത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവരെവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഫോണിൽ ഒന്ന് വിളിച്ചപ്പോൾ അവരെ കിട്ടുകയും ചെയ്തു. അപ്പോഴാണ് ഈ ബാങ്ക് ജീവനക്കാരെ, ബാങ്ക് സെക്രട്ടറിയെയും അതുപോലെ തന്നെ മറ്റ് 2 ജീവനക്കാരെയും സംരക്ഷിച്ചുകൊണ്ടുള്ള MJ വർഗീസിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള 3 പേർക്കെതിരെയും നടപടിയുടെ ആവശ്യമൊന്നും നിലവിലില്ല എന്നുള്ളതാണ്. അവർ സാധുവായ മനുഷ്യരാണ് എന്നുള്ളതാണ് MJ വർഗീസ് പറഞ്ഞിരിക്കുന്നത്. സാബുവും സാധുവായ മനുഷ്യനാണ്. സാബു ആത്മഹത്യ ചെയ്തു എന്ന് പോലും വിശ്വസിക്കുന്നില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ മരണത്തിലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന് കൂടി MJ വർഗീസ് ഇതിനിടയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ബാങ്ക് ജീവനക്കാർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ബാങ്ക് ഭരണസമിതിയും ഉണ്ട്. യാതൊരു തരത്തിലുള്ള നടപടിയും നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിനുശേഷം തുടർ നടപടി ഉണ്ടാകും. നിലവിൽ ബാങ്കിന്റെ ശാഖകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. 25ഓളം പേർ ജോലി ചെയ്യുന്നതാണ്. അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ളത് കൂടി ബാങ്കിന്റെ ഭരണസമിതി പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവർക്കെതിരെ ഒരു പേരിനെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രജിൻ, എന്തായാലും പറയാതിരിക്കാനാവില്ല. ഇപ്പൊ നമ്മൾ ചില ദുർബലരായവര് അല്ലെങ്കിൽ അധികാരമില്ലാത്തവരൊക്കെ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അധികാരത്തിന്റെയും നമ്മുടെ ധാർഷ്ട്യത്തിന്റെയും എല്ലാം അവരുടെ മേൽ വെക്കും. അതിനുശേഷം ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒക്കെ വിഷമതകളിലായി കഴിയുമ്പോൾ അയ്യോ പാവമായി, കഷ്ടമായി നമ്മൾ തന്നെ പറയും. ഇതിലെന്താണ്? അതെ, മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പറഞ്ഞ ഭീഷണിയൊക്കെ ഉണ്ടായതാണ്. അത്തരം ശബ്ദരേഖയൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ എന്തായാലും ബാങ്ക് ഈ നിലപാട് സ്വീകരിക്കുന്നു. അതിൽ കൃത്യമായ അന്വേഷണം വരട്ടെ, എന്ത് സംഭവിച്ചു എന്ന് കാര്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പോ മനോഹരമായ ഒരു കാഴ്ച, തോണി അല്ലേ? തോണിയാണ് മനോഹരമായ കാഴ്ച. തോണി തുഴഞ്ഞു വരുന്നതാണ്. അതെ, സജീവമായി അത് ചലിക്കുമ്പോഴാണല്ലോ അതിനൊരു ജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ രാവിലത്തെ മനോഹര ഗുഡ് മോർണിംഗ്, നമസ്കാരം. രാവിലെ തന്നെ തോണിയുടെ ഇറങ്ങിയിട്ടുണ്ടല്ലേ? നടക്കട്ടെ. അപ്പൊ ഈ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് കോട കാണാം അല്ലേ? സൈഡിലേക്ക് നോക്കിയാൽ ഒന്നും കാണുന്നില്ല, അതാണ്. കോട കാണുന്നില്ലേ സാർ? കണ്ണട വെച്ച് നോക്കൂ. നല്ല കോട മഞ്ഞുണ്ട്. അപ്പോ
എന്തായാലും ഈ വാക്ക് വേയിലൂടെ നടത്താൻ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നുണ്ട്. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇങ്ങനെ കിടക്കുവാണ് ഈ വാക്ക് വേ. ആ വാക്ക് വേയിലെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു നക്ഷത്ര തടാകത്തിന് അരികിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്കിപ്പോ കിട്ടുന്നത്, അല്ലെ? അതെ, നമ്മുടെ പ്രേക്ഷകർ പലരും നമ്മളോട് കമന്റ്സ് പറയുന്നുണ്ട്. പ്രദീപ് VR അമ്പലത്തിൽ പോവുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. താങ്ക് യു വെരി മച്ച്. MT മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണെന്ന് പറയുന്നു. മിനി ബാബു ചേച്ചി ഞായറാഴ്ചയായിട്ടും നമ്മളെ കാണാനാണ് എഴുന്നേറ്റതെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ കമന്റിന് ഖത്തറിൽ നിന്നൊരാള് സഫാരി മാളിൽ നിന്ന് കാണുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഖത്തറിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ പലരും ഇത് കാണുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം, അല്ലെ? ജയശങ്കർ ഒരു വാർത്ത പങ്കുവെക്കുന്ന ഒരു അപകട വാർത്തയാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് മോർണിംഗിൽ തന്നെ അപകട വാർത്ത വരുമ്പോൾ നമുക്കുള്ള വിഷമം ഒക്കെ, പക്ഷേ ഒരു അത്യന്തം വിഷമകരമായ ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് പുതുകുളങ്ങരയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2.5 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ആര്യനാട് സ്വദേശി വിഷ്ണു കരീഷ്മ ദമ്പതികളുടെ മകൻ ഋത്തിക്കാണ് മരിച്ചത്. ജയശങ്കറാണ് ചേർന്നത്. ജയശങ്കറെ കുഞ്ഞു മോനാണ്. നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? എപ്പോഴായിരുന്നു അപകടം? പ്രജിൻ, ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത്. 7 പേർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം, 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം നിയന്ത്രണം തെറ്റുന്നു. അതൊരു കലിങ്കിൽ ഇടിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടി വാഹനത്തിൽ നിന്ന് തെറിച്ച് വീണ് പുറത്തേക്ക് വീഴുന്നത്. ഈ ഘട്ടത്തിൽ ഈ കുട്ടിയുടെ മേൽ തന്നെ വീഴുകയായിരുന്നു എന്നാണ് നാട്ടുകാരും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ ആര്യനാട് സ്വദേശി വിഷ്ണുവിൻ്റെയും കരിഷ്മയുടെയും മകൻ ഋത്തിക്ക 2.5 വയസ്സുകാരനാണ് നിലവിൽ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്ന. ഈ കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ ഈ വാഹനത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ അമിത വേഗതയാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന് സംബന്ധിച്ച് പോലീസ് നിലവിൽ പരിശോധിക്കുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നൊരു വാഹനമാണ്. കലിങ്കിൽ ഇടിച്ച് വാഹനം നിന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. കാരണം അതിനപ്പുറത്തേക്ക് വലിയൊരു ആറുണ്ട്. ആറിലേക്കൊക്കെ മറ്റു വീഴുകയായിരുന്നെങ്കിൽ ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കൂടുമായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. ആ ഘട്ടത്തിൽ തന്നെ നാട്ടുകാരും പോലീസും എല്ലാം എത്തി രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ അപ്പോഴേക്കും ഈ വാഹനത്തിൽ നിന്ന് കുട്ടി തെറിച്ച് വീണ് ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. വളരെ ദാരുണകരമായ സംഭവമാണ്. സംസ്ഥാനത്ത് ഈ അപകടങ്ങൾ തുടർ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നു. പോലീസും മോട്ടോർ വാഹന വകുപ്പും എല്ലാം തന്നെ വലിയ തോതിലുള്ള പരിശോധന വ്യാപകമാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഒരു അപകട വാർത്ത വരുന്നു. അതിലും ഏറെ വേദന ഒരു 2.5 വയസ്സുകാരന് ഋത്തിക്കുന്ന 2.5 വയസ്സുകാരന് ജീവൻ നഷ്ടമായി എന്നതിൽ തന്നെയാണ്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ പരിക്കേറ്റ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവരുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരി ജയ്. അപ്പോ അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവന്നത്. 2.5 വയസ്സുകാരനാണ് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചത്. നമ്മൾ മറ്റൊരു ബെയിലി പാലം, എനിക്ക് ഇത് കാണുമ്പോൾ അത് തന്നെ ഓർമ്മ വരുന്നത് കൃഷ്ണേച്ചി. കാരണം നമ്മൾ അന്ന് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞതാണല്ലോ ഇത്. ഇപ്പൊ അതൊരു ചെറിയ പാലമാണ്, നടപ്പാതയാണ്. ഇതിനെ അപ്പുറത്തെ കരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ഇരുമ്പ് പാലം, അല്ലെ? ഈ തകിട് വെച്ച പാലം ഭംഗിയുണ്ട്. അതിലൂടെ ഇങ്ങനെ നമ്മൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ നമ്മോടൊപ്പം ഉണ്ട് എന്നറിയതിൽ സന്തോഷമുണ്ട്. മിനി ആന്റണി, ഷമീർ ആലുവ, ജിൻസൺ കെ പോൾ, വസന്തകുമാരി, മുഹമ്മദ്, രാജേഷ്, ഏഞ്ചൽ മരിയ, ബീന സുരേഷ്, ബെഞ്ചമിൻ ജോസഫ്. കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു തൊപ്പി വെക്കണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞിരുന്നു. പക്ഷേ പ്രജിൻ, എനിക്ക് തോന്നുന്നു എനിക്ക് ഈ അലർജിയൊക്കെ ഒരുപാടുള്ള ആളാണ്. അപ്പൊ രാവിലെ ഈ മഞ്ഞിലൊക്കെ നടക്കുമ്പോൾ സാധാരണ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകണം. പക്ഷെ എന്തോ ഈ നടപ്പ് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പൊ പ്രേക്ഷകർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്, അല്ലെ? നമുക്കിനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. നമ്മൾ നേരത്തെ കണ്ടതാണ് കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ, സാബുവിന്റെ ആത്മഹത്യ. അതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച തുക മടക്കി ലഭിക്കാത്തതിനെ തുടർന്നാണ് നിക്ഷേപനായ സാബു ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും തുക മടക്കി നൽകാൻ കഴിയാത്ത 164 സഹകരണ സംഘങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ തന്നെ വ്യക്തമാക്കുന്നത്. തുക ലഭിക്കാതെയുള്ള ആത്മഹത്യകൾ തുടരുകയാണ് കേരളത്തിൽ. (2016) മുതൽ 2022 വരെ തട്ടിപ്പും തിരിമറി നടന്നിട്ടുള്ള 399 സഹകരണ ബാങ്കുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് സഹകരണ വകുപ്പിന്റെ പക്കലുള്ള കണക്ക്. തൃശൂരിൽ 66 സഹകരണ സംഘങ്ങളും മലപ്പുറത്ത് 55ഉം
തിരുവനന്തപുരത്ത് 49 സഹകരണ സംഘങ്ങളിൽ തട്ടിപ്പുകൾ നടന്നു. മന്ത്രി VN വാസവൻ 2022 നിയമസഭയിൽ പറഞ്ഞ കണക്കാണിത്. രജിസ്ട്രാർ ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നടത്തിയ അന്വേഷണത്തിൽ 272 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇതിൽ 202 സഹകരണ സംഘങ്ങൾ UDFന്റെ നിയന്ത്രണത്തിലും 63 സഹകരണ സംഘങ്ങൾ LDFന്റെ നിയന്ത്രണത്തിലും 7 BJPയുടെ നിയന്ത്രണത്തിലുമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ സംഘങ്ങളിൽ 3313 കോടി രൂപയുടെ 2131 തട്ടിപ്പുകൾ നടന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൾ. 100 കോടിയിലധികം തട്ടിപ്പ് നടന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിലും തിരുവനന്തപുരത്തെ കണ്ടല സഹകരണ ബാങ്കിലും. ഇതിനു പുറമെ 12 സഹകരണ സംഘങ്ങളിലും സമാന ക്രമക്കേടുകൾ നടന്നുവെന്നാണ് കണ്ടെത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ കണക്കുകളാണിത്. റിസർച്ച് ഡെസ്ക് 24. യെസ്, വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്കിനായി നമ്മളുള്ള നേരത്തെ പറഞ്ഞു കോതകുളങ്ങര അങ്കമാലി ഈ വാക്ക് വേയിലാണ്. അതിലൂടെ നടന്നെങ്കിൽ വരികയാണ്. നമ്മൾ നേരത്തെ തുടങ്ങിയ ആ സ്ഥലം അവിടെയാണ്. കുറെ ആൾക്കാർ നടക്കാനൊക്കെ ഉണ്ട്. ഹലോ, ഹായ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ നടക്കാനിറങ്ങിയതാണോ? ആ, പേരെന്തോ? എലോവിൻ. എലോവിൻ. എല്ലാ ദിവസവും നടക്കാൻ വരാറുണ്ടോ? ആ, കള്ളം പറയരുത്. അല്ല, എത്ര ഇപ്പൊ ഇത് പഠിക്കുന്നത്? നമ്മള് വീട്ടിലിരുന്ന് കേട്ടോ എന്നിട്ട് ഇറങ്ങിയാണോ? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ല് ഏത് സ്കൂളിലാ? JLPS കോതോളങ്ങര. സ്കൂള് പൂട്ടിയില്ലേ? ആ, ക്രിസ്മസ് പരീക്ഷയൊക്കെ സൂപ്പർ ആയിരുന്നോ? ആ. ആരാ ബെസ്റ്റ് ഫ്രണ്ട്സ്? ആരാ? അലൻ. അല്ലൻ ഒരു ഹലോ പറഞ്ഞേ, ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് അലൻ. ഓക്കെ, താങ്ക് യു. Very good, very ചെറുപ്പിടാണോ നടക്കുന്നേ? ആ. കുഴപ്പമില്ല. അപ്പൊ അടുത്ത വർഷം തുടങ്ങാൻ പോവല്ലേ, 2025? ആ, മോന് ഞങ്ങള് അടുത്ത വർഷം നല്ല കിഡിലാകുന്ന ഒരു കലണ്ടർ തന്നാലോ 24ന്റെ? സന്തോഷാകുമോ? ആ. അപ്പോ പ്രിയപ്പെട്ട ഡയസ് തന്നോ പ്രജിൻ. അപ്പൊ നമ്മുടെ കുട്ടാപ്പിക്ക്, എലോവിൻ കുട്ടാപ്പിക്ക് നമ്മളൊരു കലണ്ടർ കൊടുക്കുകയാണ്. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അടുത്ത വർഷം മിടുക്കനായിട്ട് പഠിച്ച് നല്ല കുട്ടിയായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ നന്നായി പെരുമാറി നല്ല കുട്ടിയാവല്ലോ. നല്ല കുട്ടിയാണ് മോൻ അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ല സ്പീഡിൽ നടന്നു ഇനി. ഓക്കെ, ഉഷാറായിട്ട് നടന്നു. അപ്പൊ നമ്മള് അടുത്ത വാർത്തയിലേക്ക് പോകാനുണ്ട്. അടുത്ത വാർത്തയിലേക്ക് പോകാനുള്ള സമയമാവുന്നു. തിരുനെൽവേലിയിൽ കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. മാലിന്യം കൊണ്ടുപോകാൻ കരാർ എടുത്ത സനേജ് കമ്പനിയുമായുള്ള കരാറാണ് RCC റദ്ദാക്കുക. ഈ വാർത്ത 24 പുറത്തുവിടുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മാലിന്യം തള്ളിയതിൽ സനേജ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളിലെ ഗ്രീൻ ബാഗിൽ RCCയുടെ ബാർകോഡ് ഇല്ല എന്ന വിശദീകരണം കൂടിയുണ്ട്. അപ്പൊ ഇനി നമ്മൾ ശബരിമലയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാ വർഷവും തങ്കഅങ്കി ഘോഷയാത്രയെ കുറിച്ച് പറയാറുണ്ട്. ശബരിമലയിൽ മണ്ഡല പൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നാണ് ആരംഭിക്കുക. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഈ ഘോഷയാത്ര പുറപ്പെടുക. ഘോഷയാത്ര ഈ മാസം 25-ന് പമ്പയിൽ എത്തിച്ചേരും. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ. ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ ഒന്നാണ് ഈ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന. അതിനായി അത് അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഘോഷയാത്ര ഇന്ന് തുടങ്ങുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് അത്തരം ചടങ്ങുകൾ നടക്കുക എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന്റെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ എന്തായി? ഇതാ കണ്ടില്ലേ പ്രജിൻ, ക്രിസ്റ്റീന, എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ ഈ തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. വിവിധ ഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണത്തിന് ശേഷം അവിടെയൊക്കെ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കാനുള്ള ഒരു ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. കാരണം അവരുടെ എല്ലാ വർഷത്തെയും അവരുടെ ഒരു ഉത്സവ തിമിർപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ആചാര പെരുമ തന്നെയാണ് ഈ ആളുകൾക്കുള്ളത്. ശ്രീ ചിത്തിരതിരുനാൾ രാജാവ് അയ്യപ്പന് ചാർത്തിയ തങ്കയങ്കി സ്വാഭാവികമായി എല്ലാ വർഷവും മണ്ഡല പൂജയ്ക്ക് അവിടെ ഈ പറയുന്ന ശബരിമലയിൽ ദീപാരാധനയ്ക്ക് മുന്നോടിയായി അത് ചാർത്തും. അതിനുശേഷമായിരിക്കും ദീപാരാധന നടക്കുക. ആ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട്. ഞായറാഴ്ചയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മോടൊപ്പം മനോജ് മാധവശ്ശേരി, ഇവിടുത്തെ ആറന്മുളയിലെ പ്രമുഖനാണ്, ക്ഷേത്ര കമ്മിറ്റി മെമ്പറൊക്കെയാണ്. എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? ഉഷാറല്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് 2 ദിവസമായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. അകത്തെ കാര്യങ്ങളെല്ലാം ചടങ്ങുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്ക്
ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തങ്കയങ്കി, അത് ആറന്മുള ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുന്നത്. ആ തങ്കയങ്കി ഇന്ന് പോവുകയാണ്. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഓരോ ഭക്തരും കഴിഞ്ഞ വർഷത്തിനൊക്കെ യഥാർത്ഥത്തിൽ അതുവരെ പോകുന്നുണ്ടോ? അതുവരെ പോകുന്ന കൂടെ കുറച്ച് പോകുന്നുണ്ട്. എന്തായാലും ഭഗവാന്റെ ഭക്തർ പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനൊക്കെ അഭൂതമായ ഒരു തിരക്കാണ് ഈ വർഷം കാണുന്നത്. ഓരോ വർഷം തിരക്ക് കൂടിക്കൂടി വരുന്നത്. ഈ വർഷം എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റിയത് തിരുവാറന്മുളയപ്പൻ്റെയും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തന്നെയായിട്ടാണ് കാണുന്നത്. പ്രസിഡന്റൊക്കെ എപ്പോൾ എത്തിച്ചേരും? ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയെന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇവിടെ എത്തും. 7 മണിയാകുമ്പോഴത്തേക്ക് അദ്ദേഹവും അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാരും പിന്നെ കളക്ടർ ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ പിന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തിരക്കൊക്കെ ശബരിമലയിലും ഭയങ്കര ക്രമീകരണമൊക്കെയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊരു കൺഗ്രാജുലേഷൻ പറയാം ഈ ഒരു ഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത രീതിയിലാണ് ശബരിമല ഒരു പരാതിരഹിതമായിട്ട് ഇന്ന് വരെ പോകുന്നത്. ഈ ഒരു ദിവസം വരെ പരാതിരഹിതമായിട്ട് പോകുന്നത്. അയ്യപ്പ ഭക്തരൊക്കെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവിടെ ഭഗവാനെ കണ്ട് ദർശനം നടത്തി പോവുകയും ചെയ്തു. വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ കാര്യം അനുഗ്രഹമായിട്ട് നടക്കുന്നത്. അതാണ് മനോജ് മാധവശ്ശേരി അടക്കമുള്ള ആളുകൾക്ക് പറയാനുള്ളത്. അവരൊക്കെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളൊക്കെയാണ് ആറന്മുള ക്ഷേത്രത്തിന്റെ. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഏതാണ്ട് 7 മണിയോടുകൂടി ഈ 400-ലധികം കിലോ വരുന്ന അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ട് പോലീസിന്റെയൊക്കെ എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ഘോഷയാത്ര ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും അവിടെ തുടങ്ങിയിട്ടുണ്ട്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ശബരിമലയിലെ ചടങ്ങുകൾ നോക്കാം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് തിരക്കിലാണ്, ക്രിസ്മസ് ആഘോഷങ്ങളാണ്. അപ്പോ ക്രിസ്മസ് ട്രീ ആണ് എന്ത് അടിപൊളി. അതായത് ഞാൻ പറയട്ടെ, ഇത് ഒരു ഈ നക്ഷത്രത്തടാകം മാത്രമല്ല, നക്ഷത്രങ്ങൾ മാത്രമല്ല, ഇവിടെ ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസിന്റെ മൊത്തം വൈബ് നമുക്കിവിടെ ഫീൽ ചെയ്യാം. മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ടീമിനെ കൂടെ നമുക്ക് പരിചയപ്പെടണം.